എണിക്കൂ. ഏയ് എണിക്കുന്നു. നേരെ എത്രയെന്ന് അറിയാമോ? ഇത്ര പെട്ടെന്ന് നേരം വിളിത്ത? രാത്രി എപ്പോഴാ തിരിച്ചു വന്നത്? ഒരു പിടിയുമില്ല. ഇന്നലെ കോൾ അന്തോണിക്കായിരുന്നു. അവന് 2-3 മലയണ്ണാനെയും ഒരു കാട്ടുകോഴിയും കിട്ടി. നമ്മുടെ പിടിയിൽപ്പെട്ടത് ഇതാ 2 മുയല. പക്ഷേ മുയലിനെ കിട്ടാനാ ബുദ്ധി വേണ്ടത്. ഈ പാതിരയ്ക്ക് കാടായ കാട് മുഴുവൻ കയറിയിറങ്ങി എന്നും ഇങ്ങനെ ഈ വെടിയർച്ച കൊണ്ടുവരേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, അന്തോണിയുമില്ലേ? അന്തോണിക്ക് ഇത് തൊഴിലാ. വിൽക്കാൻ ഇറച്ചി കിട്ടിയില്ലെങ്കിൽ അയാളുടെ കുടുംബം പട്ടിണിയാവും. അതേ, ഞാൻ പോകുന്നത് അവനൊരു കൂട്ടനാണെന്ന് വെച്ചു. ഞാൻ കാട്ടിൽ മരം വെട്ടാൻ പോകുമ്പോ അവൻ എനിക്ക് കൂട്ടുവരാറില്ലേ? അതുപോലെയാണോ ഈ മഞ്ഞും കൊണ്ട്? സുശീലേ, മറ്റുള്ളവർക്ക് ചെയ്യാനാകുന്ന സഹായം ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു ദോഷവും വരില്ല. ഒരു ദോഷവും വരില്ല. നീ എന്താ മുഖം വീർപ്പിച്ച് നിൽക്കുന്നത്? പോയി ഒരു കട്ടൻ ചായ ഇട്. ഉഷ എവിടെ? രാജുമോനെയും കൊണ്ട് കുളിക്കാൻ പോയിരിക്കാ. അമ്മായി തോറ്റു എന്ന് പറഞ്ഞാൽ ഞാൻ വരാം. തോറ്റു എന്നെ കണ്ണടിച്ചിരിക്കും. ഇനി നിന്നെ ഞാൻ വിടില്ല. വരുന്നു. സത്യപാലോ, സത്യപാലൻ തടി വെട്ടാൻ പോയോ? ഉഷേ ഇല്ല, ചേട്ടൻ കഞ്ഞി കുടിക്കുന്നേ ഉള്ളൂ. ഇന്ന് എന്തെത്ര വൈകിയത്? വൈകാൻ കാരണം താൻ തന്നെയാടോ. ഇനി തന്റെ കൂടെ മാലിനെയും മുയലിനെയും പിടിക്കാൻ പോകാൻ പാടില്ലെന്ന പെണ്ണുംപിള്ളയുടെ കൽപ്പന. ആരുടെ കൽപ്പന? പെണ്ണുംപിള്ളയുടെ കൽപ്പന. അതിപ്പോ പുത്തരി ഒന്നല്ലല്ലോ, പെണ്ണുങ്ങളായ അങ്ങനെയൊക്കെ പറയും. താൻ ഇറച്ചിയും വിറ്റ് വീട്ടിലുള്ള കാശ് ഉണ്ടാക്കിയിട്ടാ വന്നിരിക്കുന്നത്. നമ്മളിവിടെ ഇപ്പൊ പണിക്ക് ഇറങ്ങിയിട്ടേ ഉള്ളു. പാപ്പോ മോളെ, അടുപ്പത്ത് വെള്ളം തിളയ്ക്കും. നീ പോ മോനെ, അച്ഛനൊരു ഉമ്മതാ. പാപ്പോ നിങ്ങളിപ്പോ വന്നില്ലായിരുന്നെങ്കിൽ ആ കള്ളന്മാർ ഞങ്ങൾ ജീവനോടെ വിടില്ലായിരുന്നു. ഇനി പേടിക്കണ്ട. അവന്മാരല്ല, അവന്മാരുടെ അപ്പൂപ്പന്മാരും എന്തായാലും ഞാനേറ്റു. തെമ്മാടിത്തനത്തിനും വേണ്ടി വരും അതിര്. നിങ്ങൾ എവിടുന്ന് വരിക? ഞങ്ങൾ പട്ടണത്തിൽ നിന്ന് വരികയാണ്. കുറെ ദൂരം വന്നപ്പോഴാണ് വഴി തെറ്റിന്ന് മനസ്സിലായത്. ഇന്ന് ഏതായാലും രാത്രിയാകാറായി. ഈ വഴിക്ക് കള്ളന്മാരുടെ ശല്യം എന്നും ഉള്ളത്. അതുകൊണ്ട് ഇന്ന് രാത്രി എവിടെയെങ്കിലും കഴിഞ്ഞിട്ട് നാളെ രാവിലെ പോയാൽ മതി. നാളെ രാവിലെ പോയാൽ മതി. അയ്യോ, കാലം മുറിഞ്ഞിട്ടുണ്ടല്ലോ. വരും, എന്റെ വീട്ടിൽ പോ. മരുന്ന് വെച്ചിട്ടില്ലെങ്കിൽ കുഴപ്പം. സാറെന്തായിരുന്നു ഞെളിയും പിരിയും ചെയ്യണേ? കുറുക്കിന് ആവി പിടിക്കണം. ആ മരത്തെ പിടിച്ച് വളച്ചു നിർത്തി കെട്ടിയിരുന്നല്ലേ? വേണ്ട. ഇനി സാരമില്ല സാറേ, നീ ഇതുകൊണ്ട് അകത്തേക്ക്. നാളെ നേരം വിളിക്കുമ്പോ എല്ലാം മാറിക്കോളും. സത്യപാലനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ കാട്ടിൽ എവിടെയും കിടന്ന് മരിച്ചേനെ. ദൈവമാണ് നിങ്ങളെ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടെത്തിച്ചത്. നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞതിൽ നിങ്ങളെക്കാൾ സന്തോഷം എനിക്കാ. എന്റെ സ്വഭാവം അങ്ങനെയാ സാറേ, അല്ലേ സുശീലേ?
ദേ, ഇവൾക്കൊന്നും കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ ഫലം ദൈവം നമുക്ക് തരും. ദൈവം നമുക്ക് തരും. ആ 2-3 ഗ്ലാസ് കിട്ടും. ഏയ് 2-3 ഗ്ലാസ് എടുത്തുണ്ടോ? ഇത് കൂടിയ കള്ളായിരിക്കും. ഇത് കള്ളും ചാരയൊന്നുമല്ല. ഇവൻ സാധനം വേറെ, വിദേശി. കുടിക്കും. അയ്യോ വേണ്ട സാറേ, ഞാൻ കുടിക്കില്ല. എന്ന് പറഞ്ഞാൽ പറ്റില്ല, ഞങ്ങളുടെ സന്തോഷത്തിനല്ലേ. അയ്യോ സാറേ, കുടിക്കുന്നത് പാപമാണ്. ഇത് താൻ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, ഒരു തരം മരുന്നാ. നോക്കെ, ക്ഷീണം മാറ്റാനായി സായിപ്പന്മാരുണ്ടാക്കിയ മരുന്നാ. പേടിക്കാനൊന്നുമില്ല, കുടിച്ചോളൂ. വേണ്ട സാർ. സത്യപോലെ ഞങ്ങൾ വിശ്വാസമില്ലേ? ഞങ്ങൾ കൊച്ചു കുട്ടികൾ മുതൽ അപ്പൂപ്പന്മാർ വരെ കഴിക്കുന്ന മരുന്ന് ഇപ്പോൾ അതിന്റെ 10 ഇരട്ടി ശക്തിയും കിട്ടും. ഇതാ കുടിച്ചു നോക്ക്. ഇതാ കുടിക്കും. മതി സാർ. അയ്യോ, ഇതൊന്നും പോരാ. 4-5 പെഗ്ഗെങ്കിലും കഴിച്ചാലേ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടും. ആ കുടിക്കോ. വെരി ഗുഡ്. Come on, come on. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഇതൊക്കെ ഒരു ഉപകാരമാണ്. ഇത് ഞങ്ങളുടെ കടമയല്ലേ. സത്യപാലൻ ഞങ്ങളുടെ കൂടെ വരുന്നോ? എവിടേക്ക്? പട്ടണത്തിലേക്ക്. അവിടെ വന്നാൽ സത്യപാലന് ഞങ്ങൾ നല്ലൊരു ജോലി തരാം, നല്ല ശമ്പളം കിട്ടും, സുഖമായി ജീവിക്കാം. അയ്യോ സാറേ, ഞങ്ങൾക്കിവിടെ പരമാനന്ദ സുഖമാണ്. ഇതാണ് ഞങ്ങളുടെ അഡ്രസ്. എപ്പോഴെങ്കിലും ഞങ്ങളുടെ സഹായം വേണ്ടി വന്നാൽ വരാൻ മടിക്കരുത്. എന്നാ വരട്ടെ. നീ ഇത് വെച്ചോ, നോക്കപ്പോ.
അല്ല നിങ്ങളെന്താ ഇവിടെ തന്നെ ഇരിക്കുന്നത്? ഞങ്ങൾക്ക് പോകാൻ സ്ഥലമില്ലെന്ന് തോന്നുന്നു. ആ എന്നും പറഞ്ഞിരുന്നാൽ ഈ മണ്ണിനടിയിൽ പെട്ട് ചാകാം, അതേ തരവുള്ളൂ. വല്ല അകന്ന ബന്ധുക്കാരോ സ്വന്തക്കാരോ ഉണ്ടോ നോയിക്കൂടെ? എവിടേക്കാന്ന് വെച്ചാ പോവാ? ആ ഇവിടേക്കായാലും പോവാതെ തരമില്ലല്ലോ. സർക്കാരിൽ നിന്ന് വരെ ഉത്തരവുണ്ടായിരിക്കുന്നു, ഇവിടെ ആരും മഴക്കാലം മാറും വരെ താമസിക്കരുത്. അന്തോണി എവിടേക്കാ? ഞങ്ങളുടെ ഇളയപ്പന്റെ വീടുണ്ട് മലയാറ്റൂര്. ഇനി അവിടെ എവിടെയെങ്ങാനും കൂടാമെന്ന് വിചാരിക്കുക. അല്ല, സത്യപാലിനെ അന്ന് പട്ടണത്തിൽ നിന്ന് വന്ന മുതലാളിമാരെ വിളിച്ചു വരും, അവരെ ഒന്ന് പോയി കണ്ടാലെന്താ? ആ ശരിയാ സുശീലേ, പട്ടണത്തിൽ പോയി മുതലാളിമാരെ കണ്ടാൽ അവർ നമുക്ക് എന്തെങ്കിലും ജോലി തരാതിരിക്കില്ല. നമുക്ക് പട്ടണത്തിലെ അമ്മായിരെ അവിടെ താമസിക്കുകയും ചെയ്യാം. തട്ടി നോക്കാം. അല്ല, ആരൊക്കെയാ വന്നിരിക്കുന്നത്? എന്താ വരുന്ന വിവരമൊന്നും അറിയിച്ചില്ലല്ലോ. അകത്തേക്കൊരു വരൂ വരൂ വരൂ. നമ്മുടെ ഇവിടെ തന്നെ വാ. ആ പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ? ഉരുളുപൊട്ട് ഞങ്ങളുടെ വീടൊക്കെ തകർന്നു പോയി. ഓ മൈ ഗോഡ്, ദൈവം തരുന്നത് 2 കൈനീട്ട് വാങ്ങുക എന്നല്ലാതെ നമ്മൾ എന്താ ചെയ്യാ? അയ്യോ കഷ്ടം. അമ്മാവൻ പുറത്തു പോയോ? ഇവിടെ അകത്തുണ്ട്. ദേ ഒന്നിങ്ങോട്ട് വന്നേ. ദേ ഇവിടെ ആരൊക്കെയാ വന്നിരിക്കുന്നൊന്ന് നോക്കണം. ഇനി വരൂന്നേ. സത്യപാലല്ലേ? എന്താ എല്ലാവരും വന്ന കാലിൽ തന്നെ നിൽക്കുന്നത്? ഇരിക്കൂ ഇരിക്കൂ. നിങ്ങൾ എന്താ ഈ പറയുന്നത്? വന്ന വിവരങ്ങളൊക്കെ പറയാതെ അവൻ ഇരിക്കുവോ? നിങ്ങളൊരു മണ്ടൻ തന്നെ. അവിടെ നിന്നിട്ട് ഇനിയും അതുകൊണ്ട് 2 കൽപ്പിച്ച് ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്നാൽ ഒരു ജോലി ഏർപ്പെടുത്തി തരാമെന്നൊരു മുതലാളി പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞിട്ടുണ്ട്? മുതലാളി. ജോലി ശരിയാകുന്നവരെ ഇവിടെ കൂടാമല്ലോ. എന്റെ പൊന്നു മക്കളെ, ഇവിടെ 4 ബെഡ്റൂം ഉണ്ട്. ഒന്ന് എനിക്ക്, ഇനിയൊന്ന് എന്റെ കുഞ്ചേട്ടന്, മൂന്നാമത്തത് ഫൽഗുമോന്, 4ാമത്തത് എന്റെ പപ്പിക്ക്. പപ്പിയോ? അതാരാ? അറിയില്ലേ, ഞങ്ങളുടെ ഡോളിംഗ് ഡോഗി. ആ ഞങ്ങളുടെ പ്രിയപ്പെട്ട പട്ടിക്കുട്ടി. പട്ടിക്കുട്ടിയോ? മോന് പട്ടിക്കുട്ടി എന്ന് വെച്ചാൽ ജീവനാ. ഞങ്ങൾ അവിടെ കൂടെ കഴിഞ്ഞോളാം. അയ്യോ, അവിടെ അവക്ക് കിടക്കാൻ തന്നെ സ്ഥലമില്ല. പോരാത്തതിന് അവിടെ വിരിച്ചിരിക്കുന്നതേ വലിയ വില കൂടിയ കമ്പളാ. ആ അപ്പൊ ഞങ്ങൾ അടുക്കളയിൽ കിടന്നോളാം അല്ലേ സുശീലേ? അമ്മായി, ജോലി കിട്ടിയാൽ ഉടനെ ഞങ്ങൾ മാറിത്തരാം. ആ അതൊരു കാര്യമാ. ഒരു കാര്യമില്ല, നിങ്ങളൊരു മണ്ടനാ. എന്റെ പൊന്നു മക്കളെ, അടുക്കളയിൽ ഒരു സൗകര്യമില്ല. പോരാത്തതിന് സർവന്റ് ഗോപാലൻ അവിടെയാ കിടക്കുന്നത്. അവിടെ ഉള്ളത് മുഴുവനും വലിയ വില കൂടിയ ഇലക്ട്രിക് സാധനങ്ങളാ. ഇവരറിയാൻ പാടില്ലാതെ വല്ലതും കയറി തൊടുകയോ പിടിക്കുകയോ ചെയ്ത അപകടമല്ലേ? അല്ലേ എന്റെ കുഞ്ചേട്ടാ? അതെ. വരൂ നമുക്ക് പോകാം. അമ്മായിയുടെ വീട്ടിൽ വന്ന് താമസിക്കണമെന്ന് നിങ്ങളല്ലേ നിർബന്ധം പിടിച്ചത്? ഇപ്പൊ മതിയായോ? നടക്ക. അയ്യോ എന്റെ മക്കളെ, ഈ വീട്ടിൽ വന്നിട്ട് ഒരു കാപ്പി പോലും കുടിക്കാതെ പോവുവേ. ഇത് കണ്ടോ കുഞ്ചേട്ടാ? മക്കളെ, ഇതിന്റെ സ്വന്തം വീട് പോലെ കരുതിക്കണം. എപ്പ വേണമെങ്കിലും വരികയോ പോവോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ കേട്ടാ. സരസ്വതി ദൈവദോഷം ഉണ്ടാകും. നിങ്ങൾക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിക്കാറുണ്ടല്ലേ? നിങ്ങൾ അങ്ങോട്ട് പോണം, ഞാൻ വരുന്നുണ്ട്. പോണം.